നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് പൈതങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ വിശുദ്ധ ദിവസം VBS സൺഡേ ആയി ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിപ്പാനായിട്ട് ദൈവമേ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ആരാധനയുടെ വിവിധ ഭാഗങ്ങൾ നിർവഹിക്കുന്ന നിൻ്റെ മക്കളെല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ദൈവമേ എല്ലാവരിലും വ്യാപരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുവാനും വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടവരാകുവാനും ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. സകല മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പരമദേവനിൻ വിലാസം അരുളിന്നേരമേ, കൃപ വളരും തീരമേ, കൃപ വളരും തീരമേ, കൃപ വളരും തീരമേ. കരുണയാൽ സദാപ്രതാപ സകലവന്ദിത സുപരമോന്നത സുപരമോന്നത സുപരമോന്നത. സുരവരനരനമിച്ചു വാഴ്ത്തും പരമനായക, നൽകരുണാദായക, നൽകരുണാദായക, നൽകരുണാദായക. നരകമരണം അകറ്റി സകലം അടിമ വേണ്ടോരു തന്നടിമ കൊണ്ടോരു തന്നടിമ കൊണ്ടോരു തന്നടിമ കൊണ്ടോരു. ദിനം ദിനം കരിഞ്ഞിറങ്ങുകങ്ങളിൽ നീ ദേവാളനേ, സർവജീവപാലനേ, സർവജീവപാലനേ, സർവജീവപാലനേ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. ദൈവാസന്നിധിയിൽ നമുക്ക് വിനയമായി ആയിരിക്കാം. താഴെയുള്ള പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാമോനും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാം സങ്കീർത്തനത്തിൽ നിന്ന്, വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവമാർക്കും ഇതേ മഹാരാജാവു തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാവുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. Today's first lesson is taken from the book of Isaiah, chapter 43, verse 1 to 7,
I repeat, Isaiah chapter 43, verse 1 to 7. Israel, the Lord who created you says, do not be afraid. I will save you. I have called you by name. You are mine. When you pass through deep waters, I will be with you. Your troubles will not overwhelm you. When you pass through fire, you will not be burnt. The hurt trail that come will not hurt you. For I am the Lord your God, the Holy God of Israel, who saves you. I will give up Egypt to set you free. I will give up Sudan and Seba. I will give up whole nation to save your life, because you are precious to me, and because I love you and give you honor. Do not be afraid. I am with you. From the distant east and the farthest west, I will be your people home. I will tell the north to let them go and the south not to hold them back. Let my people return from distant lands, from every part of the world. They are my own people, and I created them to bring me glory. Here ends the first lesson. Today's psalm reading is taken from Psalms 34. I repeat, Psalms 34. I will extol the Lord at all times. His praise will always be on my lips. My soul will boast in the Lord. Let the afflicted hear and rejoice. Glorify the Lord with me. Let us exalt his name together. I sought the Lord, and he answered me. He delivered me from all my fears. Those who look to him are radiant. Their faces are never covered with shame. This poor man called, and the Lord heard him. He saved him out of all his troubles. The angel of the Lord encamps around those who fear him, and he delivers them. Taste and see that the Lord is good. Blessed is the man who takes refuge in him. Fear the Lord, you his saints, for those who fear him lack nothing. The lions may grow weak and hungry, but those who seek the Lord lack no good thing. Come, my children, listen to me. I will teach you the fear of the Lord. Whoever of you loves life and desires to see many good days, keep your tongue from evil and your lips from speaking lies. Turn from evil and do good, seek peace and pursue it. The eyes of the Lord are on the righteous, and his ears are attentive to their cry. The face of the Lord is against those who do evil, to cut off the memory of them from the earth. The righteous cry out, and the Lord hears them. He delivers them from all their troubles. The Lord is close to the broken-hearted and saves those who are crushed in spirit. A righteous man may have many troubles, but the Lord delivers him from them all. He protects all his bones, not one of them will be broken. Evil will slay the wicked, the foes of the righteous will be condemned. The Lord redeems his servants, no one will be condemned who takes refuge in him. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേൻ. ആദിയെങ്കിലും എപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേൻ. Today, the second lesson is taken from 1 John chapter 4,
verses 15 to 21. I repeat, 1 John chapter 4 verses 15 to 21. If anyone declares that Jesus is the Son of God, he lives in union with God and God lives in union with him. And we ourselves know and believe the love which God has for us. God is love, and whoever lives in love lives in union with God and God lives in union with him. Love is made perfect in us in order that we may have courage on Judgment Day, and we will have it because our life in this world is the same as Christ's. There is no fear in love. Perfect love drives out all fear. So then, love has not been made perfect in anyone who is afraid, because fear has to do with punishment. We love because God first loved us. If someone says he loves God but hates his brother, he is a liar, for he cannot love God whom he has not seen. If he does not love his brother whom he has seen, the command that Christ has given us is this: whoever loves God must love his brother also. Here ends the second lesson. The Gospel according to St. John, chapter 6, verses 16 to 21. When evening came, Jesus' disciples went down to the lake, got into a boat, and went back across the lake towards Capernaum. Night came on, and Jesus still had not come to them. By then a strong wind was blowing and stirring up the water. The disciples had rowed about 5 or 6 kilometers when they saw Jesus walking on the water, coming near the boat, and they were terrified. "Do not be afraid," Jesus told them. "It is I." Then they willingly took him into the boat, and immediately the boat reached land at the place they were heading for. 예수 성령안에서 받았소다. 거리만 불러내 계시수가네. 말씀이 겨울이만 녹음 우리 자루에는 보나 स्वातंत्र्यम्. 니네가 백년동 영원세계 얼른 나가되 안방이래겨. 예수 성령 안에서 나타소다. 거리만 불러내 계시수
ദൈവ തിരുനാമത്തിന് മഹത്വം. ഏറെ സ്നേഹം നിറഞ്ഞതായിട്ടുള്ള എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഇടവകയുടെ വികാരിയായിരിക്കുന്ന സാംരാജു അച്ഛൻ, ചുമതലക്കാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, അതുപോലെ ഇടവകയിലെ ഏവരുമേ ക്രിസ്തു യേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഈ മാധ്യമത്തിൽ കൂടെ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തോ മനോഹരമായ ചില സമയങ്ങൾ. VBS സൺഡേ ആയി നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. കോവിഡ് മഹാമാരി നമ്മളെ അലറ്റിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലും ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുവാനും പ്രാർത്ഥിപ്പാനും നാം മാറ്റിവെക്കുന്നതായിട്ടുള്ള ഈ സമയം അതേറെ വിലപ്പെട്ടതാണ്. ദൈവം നൽകിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും VBS ഒരു ആവേശമാണ്. ഒരു വർഷം VBS തീരുമ്പോൾ വളരെ വേദനയോടാണ് മടങ്ങി ഭവനത്തിലേക്ക് പോകുക. അടുത്ത VBSന് വേണ്ടി കാത്തിരിക്കുന്ന സംഭവമാണ്. ഇതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. ഇതിൽ നാം ദൈവവചനം കേൾക്കുന്നു, സന്തോഷിക്കുന്നു, കളികളുണ്ട്, ഒരുപാട് മനസ്സിനെ പിടിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. അങ്ങനെ ഓർമ്മകളെ പുതുക്കുന്ന ചില സംഭവമാണ്. ഓരോരോ VBS എടുക്കുന്ന സമയങ്ങളിലും ഓരോരോ VBS അറ്റൻഡ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവങ്ങളിലും നാം ചെറുപ്പത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, ചൈൽഡ്ഹുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ VBSലും കഥകൾ പറയുവാൻ എല്ലാവർക്കും സമയമുണ്ട്. എല്ലാവർക്കും ഓർക്കുവാൻ ചില നല്ല ഓർമ്മകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെയെങ്കിൽ ഈ VBS നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മകളെ സമ്മാനിക്കുന്ന ഒരു VBS ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന താലാന്തുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം അവരെടുത്തു ഈ VBSൽ കൂടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ദൈവവചന ധ്യാനത്തിലേക്ക് മടങ്ങി വരികയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ 20-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാൻ വേണ്ടി പോവുകയാണ്. 20-ാമത്തെ വാക്യം, "But he said to them, It is I, do not be afraid." മലയാളത്തിൽ ഇങ്ങനെയാണത് പറയുക. അവൻ അവരോട് ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, ഭയം നിറയുന്ന അനുഭവങ്ങളിൽ നിന്റെ സമാധാനം, നിന്റെ പ്രത്യക്ഷത ഞങ്ങളെ നയിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങളിനെ വാഴ്ത്തുന്നു. ഈ വചനധ്യാനത്തിൽ നിന്റെ സാന്നിധ്യം വ്യാപരിക്കണമേ. കർത്താവേ, നിന്റെ വാക്കുകളെ കേൾക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ കൃപയിൽ അടികളെ കാക്കണമേ. വചനം സംസാരിക്കുന്ന എന്നെയും കേൾക്കുന്ന നിന്റെ മക്കളെയും ഒരുപോലെ നീ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അടയാളങ്ങളുടെ സുവിശേഷമാണ്. അത്ഭുതങ്ങൾ എന്ന് എഴുതാതെ എല്ലാം അടയാളങ്ങളായി കാണുന്ന ഒരു സുവിശേഷം. ഒന്നിനെ ചെയ്ത് അത് മറ്റൊന്നിൻ്റെ അടയാളമാകുന്നു എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള സുവിശേഷം. വളരെ സെലക്റ്റീവായ കർത്താവിൻ്റെ ചില അടയാളങ്ങളെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലേറ്റവും പ്രധാനമായി നമുക്ക് തോന്നാവുന്ന ഒരു അടയാളത്തിന് ശേഷം വരുന്ന ഒരു ഭാഗമാണിത്. എന്താണ് അടയാളം? 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് 5 അപ്പവും 2 മീനുകൊണ്ട്
5000 പേരിലധികം ആളുകളെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ വലിയ ഒരു സൈൻ, അടയാളം എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ, ഒരു കുഞ്ഞ് തന്നിലുള്ളത് സമർപ്പിച്ചപ്പോൾ 5000 പേർക്ക്, അതിലധികം പേർക്ക് പങ്കിട്ട് നൽകുവാൻ സാധിച്ചു എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അതിന് ശേഷം വരുന്ന ഭാഗം നമ്മുടെ തീമുമായി വളരെ ബന്ധമുള്ളതാണ്. ഫിയർ നോട്ട് എന്നാണല്ലോ നമ്മുടെ തീം. ഫിയർ നോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിയർ നോട്ട് എന്ന് പറയുമ്പോഴും ചേർത്ത് പറയണം വൈ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് ഭയപ്പെടരുത് എന്നുകൂടെ പറയണം. അതിൻ്റെ ഉത്തരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് നാം ചിന്തിച്ച കാര്യങ്ങൾ അതുതന്നെയായിരുന്നു. ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്, ബിക്കോസ് ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഭയപ്പെടുക? 2-ാമത്തെ ദിവസം കുഞ്ഞുങ്ങളോട് പറയുന്നു, ഇഫ് യു ഹാവ് എ കണക്ഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ഫിയർ നോട്ട്. ഭയപ്പെടേണ്ട, ദൈവമായ ഒരു ബന്ധം നിനക്കുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. 3-ാമത്തെ ദിവസം കുഞ്ഞുങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ച സംഭവം, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നീ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല, നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട്. നിന്നെ അന്ധകാരത്തിൻ്റെ ശക്തികൾ തകർത്ത് കളയുവാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട ഒരു അനുഭവത്തിൽ പറയാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ. ഇതിനെ പലരും പറയുന്നത് ആ മിറക്കൽ അല്ലെങ്കിൽ ആ സൈൻ ഓഫ് ഷെയറിങ് എന്നാണ്. പലരുടെ ഭക്ഷണം ഉണ്ടായിരുന്നു. കർത്താവ് ഈ കുഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഈ തന്നിലുള്ളത് സമർപ്പിച്ചപ്പോൾ തമ്മിൽ പങ്കിട്ടു എന്ന് പലരും പറയാറുണ്ട്. കർത്താവ് അവിടെ സൈൻ, അടയാളം കാണിച്ചു എന്ന് പലരും പറയാറുണ്ട്. വേദപുസ്തകം ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന് കൊടുക്കുന്ന പേരാണ് അടയാളങ്ങളുടെ പുസ്തകമായി ഇത് നമുക്ക് നൽകുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ അടയാളമെന്നറിയാമോ? ഇത് അടയാളത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പറയുന്നത് 22-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വായിച്ചു പോകുമ്പോഴാണ്. ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നു. യേശു കർത്താവ് അപ്പം കൊടുക്കാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്, തൻ്റെ ശരീരം അപ്പമായി കൊടുക്കാൻ വേണ്ടിയാണ്. അത് വളരെ വ്യക്തമായി അവിടെ പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. തൻ്റെ ശരീരത്തെ അപ്പമായി നൽകുന്ന വലിയ അനുഭവമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരു 5 അപ്പം എടുത്ത് 5000 പേരെ പോഷിപ്പിച്ച അനുഭവമായെങ്കിൽ, കർത്താവ് 22 മുതൽ 27-ാമത്തെ വാക്യം വരെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിൻ്റെ അർത്ഥം കൂടെയാണ്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അത് മുന്നോട്ടുള്ള ഭാഗങ്ങൾ 28-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്ന ഒരു ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം. അങ്ങനെയെങ്കിൽ ഈ ഒരു സൈനിൻ്റെയും ആ സൈൻ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെയും നടുക്ക് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടതായിട്ടുള്ള ഭാഗം. ദിസ് പാസേജ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു പാസേജസ്. ഒന്ന് അടയാളം എന്താണെന്നും അടയാളത്തിൻ്റെ പൂർത്തീകരണം എന്താണെന്നും പറയാൻ ശ്രമിക്കുന്ന 2 ഭാഗത്തിൻ്റെ ഇടയ്ക്കാണ്. അങ്ങനെയെങ്കിൽ ഏറെ ശ്രദ്ധയോടെ പറയുന്ന ഒരു വാക്കാണ്, ഏറെ ശ്രദ്ധയോടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് കർത്താവ് പറയുന്ന ഒരു വാക്ക് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തതാണ്. ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ ലോകത്തിൽ ഇപ്പോൾ ഭയം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോവിഡിൻ്റെ വലിയ ഭയം നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ
ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ പാസേജിന് സമമായിട്ടുള്ള ഒരുപാട് 3 സുവിശേഷങ്ങളിലും ഈ പാസേജുകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ സംഭവം വേറെ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യേശു കർത്താവിനെ രാജാവായി എഴുന്നള്ളിക്കണം, രാജാവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് തനിയെ പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുകയെ. ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവനോട് പറഞ്ഞതിനായിരുന്നു, മക്കളെ എനിക്ക് വേണ്ടി 2 ജയ് വിളിച്ചേ കേട്ടോ. ഇല്ല, കർത്താവ് രാജാവായി വാഴുവാൻ തക്കവണ്ണം ഇവിടെ ലോകത്തിൽ ഇറങ്ങി വന്നവനല്ല. കർത്താവ് തൻ്റെ ശരീരത്തെ ക്രൂശിൻ്റെ മുകളിൽ നൽകുവാൻ വേണ്ടി വന്നവനാണ്. തൻ്റെ ജീവന് നൽകുവാൻ വേണ്ടി വന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടുന്ന് മാറിപ്പോകുകയാണ്. നിങ്ങൾ ഈ അപ്പം നോക്കി വരികയാണ്. കർത്താവ് പറയുന്നു, ഈ ശരീരത്തെ അപ്പമാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ചില അനുഭവങ്ങൾ, ഒറ്റയ്ക്ക് അവൻ മലയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് 15-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവജനമേ, ലോകത്തിൽ ദൈവം എന്നെ ആക്കിയതിൻ്റെ ഉദ്ദേശമെന്തെന്ന് മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇതാ 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു വരുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വലിയ അടയാളം കണ്ടതായിട്ടുള്ള ശിഷ്യന്മാർ ഇതാ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷം അനുഭവിച്ച ശിഷ്യന്മാർ വലിയ ദുഃഖത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു. എന്തെന്നറിയാമോ? അതിൻ്റെ കാരണം ഒന്നൊന്നായി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുകയാണ്. 16-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, when evening came his disciple went down to the sea എന്നാണ്. got into the boat എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണ്? സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ ഇറങ്ങിപ്പോകുകയാണ്. അവർ പടക് കയറി അവർ കടലിലേക്ക് ഇറങ്ങിപ്പോകുകയാണ്. കടലിനക്കരെയുള്ള കഫർനഹൂമിലേക്ക് യാത്രയാകുകയാണ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവജനമേ, ഒന്ന്, അവർ കർത്താവില്ലാതെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. 2, സന്ധ്യയായി അന്ധകാരം മൂടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് ഭയപ്പെടുത്താൻ എല്ലാ സാധ്യതകളുണ്ടായിരുന്ന ഒരു സംഭവം. ഇതിന് പുറമേ നടക്കുന്ന ഭാവമാണ് ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റടിക്കുന്നു. വലിയ കാറ്റടിച്ച് ഈ പടകിലേക്ക് ആഞ്ഞടിക്കുന്നു. കൊടുങ്കാറ്റാണ് അവിടെ അടിക്കുന്നത്. കടല് കോപിച്ചു എന്ന് ദൈവവചനം പറയുകയാണ്. അതുപോലെ തോന്നിപ്പോകാവുന്ന ചില അവസ്ഥകൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുകയെ. എന്തോ ഒരു സംഭവമാണ്. യേശു കർത്താവ് ഇല്ലാതെ പോകുന്നു. യേശു കർത്താവ് പടകിലില്ല സഹായം ചോദിക്കാൻ. യേശു കർത്താവ് കൂടെയില്ല ഒന്ന് നിലവിളിക്കാൻ. ഇതാ അന്ധകാരം കൂടെ മൂടിയിരിക്കുന്നു. അത് അവിടെ പറയാൻ വേണ്ടി ശ്രമിച്ച ചില ഭാഗങ്ങളാണ്. അന്ധകാരത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വരുന്ന ഒരു സന്നിവേശമാണ്. ശിഷ്യന്മാർ വലിയ സന്തോഷം കണ്ട്, വലിയ അതിശയം കണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഭക്ഷണത്തിലാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന സംഭവത്തിൽ ഇതാ ഏറെ പ്രയാസത്തിലേക്ക് തള്ളിയിട്ടതായിട്ടുള്ള ഒരു അനുഭവം ഇവർ ഫേസ് ചെയ്യുകയാണ്. അത് അവർ ഒറ്റയ്ക്കായിപ്പോയി, 2 കടലിനടുക്കായിപ്പോയി, 3 അന്ധകാരമായിപ്പോയി, 4 കൊടുങ്കാറ്റും അടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യമാണ്. COVID-19 വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളതാണ്. അന്ധകാരത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരും എന്നുള്ളതാണ്. കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. This is a time to listen to the word of God.
മർത്തോമാ സഭയിലെ ട്രിവാൻഡ്രം കൊല്ലം ഭദ്രാസനത്തിലെ ഇപ്പോഴത്തെ എപ്പിസ്കോപ്പയായിരിക്കുന്ന ബർന്നബാസ് തിരുമേനി പറഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞ വേൾഡ് സൺഡേ സ്കൂൾ ഡേക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ കോവിഡിൻ്റെ ഈ സമയം ഭവനത്തിലിരിക്കുമ്പോൾ വേദപുസ്തകം ഒന്നുകൂടെ ഒന്ന് വായിക്കുവാൻ എനിക്ക് സാധിച്ചു. വേദപുസ്തകം മുഴുവനായി ഒന്നുകൂടി ഒന്ന് വായിക്കുവാൻ സാധിച്ചു. ദൈവം എന്നോട് സംസാരിച്ചത് കേൾക്കുവാൻ എനിക്ക് സാധിച്ചു. തിരുമേനി ഒരുപാട് പ്രാവശ്യം വേദപുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും ഈ നാളുകൾ അതിനുവേണ്ടി മാറ്റിവെച്ച് വീണ്ടും വായിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഭാഗം അതുതന്നെയാണ്. ഏറെ കൊടുങ്കാറ്റിന് നടുവിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമായി തീരും, യാതൊരു സംശയമില്ല. ലിസൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഈ വചനം വായിക്കും തോറും ഈ വചനം എന്നെ വായിക്കുന്നതായി മാറുന്ന ഒരു അനുഭവമായി മാറണം. ഒരു ആഫ്രിക്കൻ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും ബൈബിൾ ചുമക്കൊന്ന് നടക്കുന്ന ഒരു സ്ത്രീയോട് ആ സ്ത്രീ പറഞ്ഞു, നിനക്കെന്താണ്, ഭ്രാന്താണോ? എപ്പോഴും ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നു, എപ്പോഴും ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, എന്താ നിനക്ക് പ്രശ്നം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്കാണ്, ഐ എം നോട്ട് റീഡിങ് ദിസ് ബുക്ക് ബട്ട് ദറ്റ് ബുക്ക് റീഡ്സ് മീ. ഞാൻ ഈ പുസ്തകത്തെ ഒന്ന് വായിച്ചുകൊണ്ട് നടക്കുന്നല്ലെന്നേ, ഇത് വായിക്കും തോറും ഇത് എന്നെ വായിക്കുകയാണ്. നമുക്കങ്ങനെ പറയാമല്ലോ, ദ ബുക്ക് റീഡ്സ് മീ. എന്നെ വായിക്കുന്ന പുസ്തകമായി ഈ വേദപുസ്തകം മാറണമെങ്കിൽ അതിനോടുള്ള വിധേയത നമുക്കുണ്ടാകണം. ദൈവവചനത്തോടുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അതുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ നടുവിലും കേൾക്കാൻ പറ്റുന്ന ഒറ്റ ഒരു ശബ്ദമാണ് അത് ദൈവത്തിൻ്റെ ശബ്ദം. ലിസൺ ടു ഹിസ് വേർഡ്സ്. ദൈവ ശബ്ദത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഭാഗത്തിൽ പറയുന്ന കർത്താവിൻ്റെ വാക്കാണ്, ഇറ്റ് ഈസ് ഐ, ഡു നോട്ട് ഫിയർ. ഇറ്റ് ഈസ് ഐ, ഡു നോട്ട് ഫിയർ. എന്തൊരു ബലമുള്ള ഒരു വാക്കാണ്, എന്തൊരു ബലമുള്ള വാക്കാണ്. ഭയന്ന് വരച്ചിരിക്കുന്നതും എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മേലാതിരിക്കുന്ന ശിഷ്യന്മാരോട് വരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഇത് ഞാനാ കേട്ടോ, ഇത് ഞാനാണ്. ഇസ്രായേൽ ജനത മോശ മുതൽ ഇങ്ങോട്ട് കാണാൻ ആഗ്രഹിച്ചതാണ്, കേൾക്കാൻ ആഗ്രഹിച്ചതാണ്. മോശ ചോദിച്ചല്ലോ ദൈവത്തോട്, ദൈവമേ, ഫറോഹനോടൊക്കെ ഞാൻ പോയി പറയാം, കുഴപ്പമൊന്നുമില്ല, ജനത്തെ വിട്ടയക്കാൻ വേണ്ടി പറയാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവൻ ചോദിക്കും, ഹൂ ആർ യു? ഇല്ലെങ്കിൽ ഈ ജനങ്ങൾ തന്നെ ചോദിക്കും, ആരാ നിന്നെ അയച്ചേ? നിന്റെ പേരൊന്ന് പറഞ്ഞു തരാമോ? യഹോവയായ ദൈവം മോശയോട് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഐ ആം ഹു ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാണ്. അതുകൊണ്ട് യേശു കർത്താവ് ഈ ഭാഗത്തിൽ പറയുകയാണ്, ശിഷ്യന്മാർ കേൾക്കെ പറയുകയാണ്, ഇറ്റ് ഈസ് ഇത് ഞാനാകുന്നു കേട്ടോ. പറയുന്ന വാക്കുകളെക്കാളും ആഴമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വാക്കിന്. ഇത് ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സുവിശേഷം. അങ്ങനെയെങ്കിൽ അവനെ ദർശിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ പറയുന്ന മറ്റൊരു വാക്കാണ് ഭയപ്പെടേണ്ട. ഇത് ഞാനാകുന്നു, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങളെ അകറ്റുവാൻ, നമ്മുടെ ജീവിതത്തിലെ വേദനകളെ അകറ്റുവാൻ, കൺഫ്യൂഷനുകളെ അകറ്റുവാൻ മുഖാന്തരമാകുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ വാക്ക്, ഇറ്റ് ഈസ് ഐ, ഡു നോട്ട് അഫ്രൈഡ്. നീ ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. നമുക്ക് കേൾക്കുവാൻ സാധിക്കുമോ? നമുക്ക് സന്ദർശിക്കുവാൻ സാധിക്കുമോ? എൻ്റെ ഒരു ചിന്ത, എങ്ങനെ മനസ്സിലായി ഈ ജനങ്ങൾക്ക് കർത്താവാണ് ഇത് എന്ന്? നിരന്തരമായ കർത്താവിൻ്റെ ശബ്ദമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ പലരും ഫോണിൽ കൂടെ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടെന്നാണ് എൻ്റെ വിചാരം. ഫോൺ എടുക്കുമ്പോൾ പറയും, ഇതാരാണെന്ന് പറ, എൻ്റെ ശബ്ദം മറന്നോ, ഇതാരാണെന്ന് പറ. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് പലപ്പോൾ തോന്നാറുണ്ട്, ഇതുവരെ ഫോണിൽ സംസാരിക്കാത്ത ആളുകളാണ് ചിലപ്പോൾ ഫോൺ വിളിച്ച് എന്നോട് പറയുക, അച്ഛാ ഇതാരാണെന്ന് അറിയാമോ? ഞാൻ പറയും, എനിക്കറിഞ്ഞൂടാ, നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടില്ല, ഉണ്ടെങ്കിലും എനിക്ക് പ്രയാസമാണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ. ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ നിരന്തരമായി എന്നെ വിളിക്കുന്ന ഒരു വ്യക്തി വിളിച്ച ഉടനെ
അത് വേറെ നമ്പറിൽ നിന്നായെങ്കിലും വിളിച്ച ഉടനെ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനൊരാളാണ്. ഇല്ലെങ്കിൽ നിരന്തരമായി വിളിക്കുന്ന വ്യക്തിയുടെ ശബ്ദം മാറുമ്പോൾ പറയും, എന്ത് പറ്റി, ശബ്ദം അത്രേ പോരാണല്ലോ, ചുമയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ ചോദിക്കാറുണ്ട്. വിഷമമുണ്ടോ, നമുക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചത് ശബ്ദം തിരിച്ചറിയുന്ന ചില അനുഭവങ്ങൾ, ശബ്ദം കേൾക്കുന്ന അനുഭവങ്ങൾ, ശബ്ദത്തിൽ വരുന്ന ചില വാക്കുകൾ, അത് തിരിച്ചറിയുന്ന ചില അനുഭവങ്ങൾ. ഇത് അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഈ വാക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പടകുണ്ട്, കടലിലാണ്, പടകുമായി ഭയങ്കരമായ ബന്ധമുള്ളവർ, കടലുമായി ബന്ധമുള്ളവർ, അന്ധകാരവും ഇരുട്ടും മൂടിക്കിടക്കുന്ന സമയത്തും കൊടുങ്കാറ്റടിക്കുന്ന സമയങ്ങളിലും they heard the voice of our Lord and Savior Jesus Christ. ദൈവ ശബ്ദത്തിൻ്റെ മുഖാന്തരമാണ് ചിലത്. അതുകൊണ്ട് ദൈവസന്ധിയിൽ നമുക്ക് വിനയപ്പെട്ട് പറയണം, ദൈവമേ, ഈ കൊടുങ്കാറ്റിൻ്റെ ചില അനുഭവങ്ങൾ, ഈ വേദനയുടെ ചില അനുഭവങ്ങൾ, ജോബ് ലോസിൻ്റെ ചില അനുഭവങ്ങൾ, ഒറ്റയ്ക്കായിപ്പോയ ചില അനുഭവങ്ങൾ, എന്നെ മനസ്സിലാക്കാത്തത് ചില അനുഭവങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ, ദൈവമേ, നിൻ്റെ ശബ്ദം കേൾക്കുവാൻ, എന്നെ രക്ഷിക്കാൻ നീയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുവാൻ, അത് നീ തന്നെ ആകുന്നു എന്ന് പറയുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്ങളെ അകറ്റുവാൻ ദൈവമേ നീ കൃപ നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും. ഈ VBS സൺഡേ അനുഗ്രഹത്തിന് മുഖാന്തരമാകും. കർത്താവിൻ്റെ വാക്ക് വീണ്ടും പറയാൻ ശ്രമിക്കുന്നതാണ്, ഇറ്റ് ഈസ് ഐ, ഡു നോട്ട് ബി അഫ്രൈഡ്. ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവസന്ധിയിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ മനോഹരമായ അവസരം നൽകിയതായിട്ടുള്ള സാംരാജു അച്ഛനോടും സൺഡേ സ്കൂളിൻ്റെയും ഇടവകയുടെ ഭാരവാഹികളോടും ഏറെ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ സമയത്ത് അർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് ഏറ്റു ചൊല്ലാം. സർവശക്തനായി ആകാശവും ഭൂമിയും സൃഷ്ടിനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിക്കപ്പെട്ടു ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നമ്മൾ ജയിലിലെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിറന്നാൾ വിവാഹവാർഷികം കൊണ്ടാടുന്നവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഏൽപ്പിക്കാം. യഹോവ എനിക്കു ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്തു പകരം കൊടുക്കും? ഞാൻ യഹോവയ്ക്കു എന്റെ രക്ഷകളെ അവന്റെ സകല ജനങ്ങൾക്കാകെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ യഹോവയ്ക്കു എന്റെ രക്ഷകളെ അവന്റെ സകല ജനങ്ങൾക്കാകെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല നാഥ, പിറന്നാൾ കൊണ്ടാടുന്നവരും വാർഷികം കൊണ്ടാടുന്ന കുടുംബങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതായ ചിലതും വലുതുമായ എല്ലാ നന്മകൾക്കുമായിട്ട് ദൈവാസനയിൽ സ്തോത്രം അർപ്പിക്കുന്നു. നാഥാ, പുതുവർഷവും അവിടുന്ന് പുലർത്തുമാറാണമേ.
മക്കളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും കാലാകാലങ്ങളിൽ തുടർന്നും അവിടുന്ന് ഒരുക്കി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ നിന്നെ സേവിച്ച് നിന്നെ മുഖത്തുപിടി ജീവിപ്പാനിട്ടിയാകുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളോടും അവിടുന്ന് കരുണയുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലഘട്ടത്തിൽ വളരെയേറെ വെല്ലുവിളികൾ, പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ദാദാ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള സ്വർഗീയ കൃപകളാൽ അവരെ നിറയ്ക്കുമാറാണമേ. പുതുവർഷം നന്മളാൽ നിറച്ചാട്ടെ. പിറന്നാൾ കൊണ്ടാടുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പുതുവർഷം കൊണ്ടാടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലങ്കരം വെച്ച് എല്ലാവരെയും ആശീർവദിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു മിശിഹായുടെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പിറന്നാൾ കൊണ്ടാടുന്നവരോടും വാവാർഷികം കൊണ്ടാടുന്ന കുടുംബങ്ങളോടും ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടുതൽ ഇരിക്കുമാറാകട്ടെ. ആമൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളും നിങ്ങന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ദൈവങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാര ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ദൈവങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ചു വരുപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Let us bow our heads in prayer. Almighty, merciful and loving Father, on this VBS Sunday, we come into thy presence with grateful hearts, Lord. We are grateful for the online VBS we are able to have in spite of the difficult situations around us.
We know you are a God who can make all things happen and do the impossible. We praise you for that, Lord. We thank you, Lord, for this amazing time we are having with more than 65 children coming together to learn your word and experience your love. Thank you, Lord, for John Wilson Achan and for the burden that you have placed on him for bringing children to the Lord. We commit his ministry into thy mighty hands. We thank you, Lord, for all the parents who motivated the children to attend the sessions. Thank you, Lord, for the youth members and the teachers who have toiled to make this online VBS a success. Thank you, Lord, for all the sessions that went off so smoothly without any technical glitches. Lord, we thank you for our dear Sam Raju Achan, for his direction and commitment. Thank you, Lord, for the 45 plus children from our sister churches from Pune, Kalyan, Sanpada, Vasai and Borivali who have participated enthusiastically on all the days. Abba Father, we thank you for your promise to never leave us or forsake us. The theme, Fear Not, assured the children that they have nothing to fear since you are there with them till the end of the ages. Lord, as parents and teachers, we thank you for each of our children, that you will bless them with the spirit of discernment during these times, Lord. Open their hearts and minds to receive you, to accept you as their personal Savior. Commit every child into thy mighty hands. Their needs, their future, we commit into thy hands. Let them use their talents, Lord, to bring honor and glory to you. Lead us, Lord, on the right path that is best for us. You know the steps we take. Keep them safe, we pray, for we trust in you, Lord. And may we do only that which glorifies you. Help us to trust you with all our heart and not lean on our own understanding or rely on ourselves. Help us to keep you first, knowing that all other things will be added unto us. Take our lives, we pray, and use it in whatever way you choose, so that we may live a life that is honoring to you in word and deed, as well as actions and attitude. Lord, we thank you for helping Arlene, Terry, and baby Raphael recover and get well. We pray for all those who are still unwell, in quarantine, in hospitals. Lord Father, you are Jehovah Rapha. Only you have the power to heal. Lord Father, have mercy and heal them all, Lord. This pandemic has caused many to lose their jobs. Lord, we pray for all those who have lost their jobs and those who are seeking jobs. Lord, we pray for the economic situation of our country. May your spirit be upon all the people governing us, that they may make the right decisions for the good of the people of this country. Lord, we are able to stay positive when there is so much of negative news in this world, because we worship you, the living God. When we are weak, Lord, you are our strength. Your grace is all sufficient. If you are with us, Lord, who can be against us? All the powers of this world cannot stand against our Lord. Lord, we pray that in all things you would continue to keep and to care, to guard and to guide, and to support and strengthen in every avenue of life, for our trust is in you, our God and our Savior. Let us pray silently in our hearts and share our needs with the Lord, with confidence that He is in our midst and will hear us. Let us refer to second litany. The response will be, Lord, have mercy. For the peace that is from above and for the salvation of our souls, let us pray to the Lord. Lord, have mercy. For the peace of the whole world, for the welfare of God's holy churches, and for the union of all, let us pray to the Lord. Lord, have mercy. For our bishops and all our ministers, especially our moderator and our bishop and the moderator of the Church of North India and the metropolitan of the Marthoma Church, that with a good heart and with a pure conscience they may accomplish their ministry. Let us pray to the Lord. Lord, have mercy. For the President of our Republic, the Prime Minister, the Governor of our state, the Chief Minister, and all those who serve in the government, let us pray to the Lord. Lord, have mercy. For the sick, the suffering, the sorrowful, and the dying, let us pray to the Lord. Lord, have mercy. For the poor, the hungry, the orphans, and the widows,
and them that suffer persecution. Let us pray to the Lord. Lord, have mercy. For ourselves and all who confess the name of Christ, that we may show forth the excellencies of him who called us out of darkness into his marvelous light. Let us pray to the Lord. Lord, have mercy. That with all his servants who have served him here and are now at rest, we may enter into the fullness of his unending joy. Let us pray to the Lord. Lord, have mercy. Let us pray. Almighty God, the fountain of wisdom, who knows our necessities before we ask, and our ignorance in asking, we ask you to have compassion on our infirmities and those things which for our unworthiness we dare not, and for our blindness we cannot ask. Vouchsafe to give us for the worthiness of your Son, Jesus Christ our Lord. Amen. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കാട്ടും ആർദ്രകരണയ്ക്കാട്ടും ഞങ്ങൾ നിനക്ക് മുഖാവനും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിലും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലർക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലാൽ ഞങ്ങളുടെ കർത്താവേ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരണതിന്, നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുന്നതിന് നിന്റെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനമോത്തും കലാവസാനം കൊടുക്കുന്നതായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവ് യേശു മെസ്സിയ മൂലം കൃപ അരുളണമേ. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. Lord,
സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പരിശുദ്ധ ആരാധനയിൽ കർത്താവെ, തുടക്കം മുതൽ ഈ സമയം വരെയും അവിടുത്തെ ദിവ്യമാകുന്ന സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ VBS സൺഡേയായി ആചരിപ്പാൻ ഈ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് വേർതിരിച്ചു നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഒരു VBSൽ പങ്കെടുക്കുവാനും അതിലൂടെ ലഭിച്ചതാകുന്ന എല്ലാ സ്വർഗീയ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയായി ഏറ്റെടുത്തതാകുന്ന ഈ ദൗത്യം കർത്താവ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പൂർത്തീകരിപ്പാനും അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നതാകുന്ന ദൈവിക ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവ് ഈ വർഷത്തെ VBS ഏറ്റെടുത്ത് നടത്തുവാൻ സഭയായി കർത്താവെ അവിടുന്ന് നിയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനാവശ്യമാകുന്ന ക്രമീകരണങ്ങൾ ചെയ്തതാകുന്ന ഈ സഭയുടെ പ്രിയപ്പെട്ട ഇടവികാരിയെയും പ്രിയ കമ്മിറ്റി അംഗങ്ങളെയും സൺഡേ സ്കൂൾ അധ്യാപകരെയൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് കർത്താവ് ഈ വർഷത്തെ VBSന് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചതാകുന്ന പ്രിയ ജോൺ വിൽസൺ അച്ഛനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിദൂരതയിലിരുന്നു കൊണ്ട് കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളോട് ഇടപെടുവാനും അവർക്ക് ആവശ്യമാകുന്ന ദൈവിക ആലോചനകൾ പങ്കുവയ്ക്കുവാനും പ്രിയ അച്ഛനെ അവിടുന്ന് സഹായിച്ചു ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മകൻ്റെ ശുശ്രൂഷാ മേഖലകളിലൊക്കെയും കർത്താവെ അവിടുന്ന് കൂടെയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ കർത്താവെ ദൈവകൃപയിൽ ആശ്രയിപ്പാനും അവിടുത്തെ ശുശ്രൂഷയിൽ കർത്താവെ കൂടുതൽ ബലപ്പെടുവാനും നിൻ്റെ മകനെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ വർഷത്തെ VBSൽ പങ്കെടുത്തതാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ VBSലൂടെ ലഭിച്ചതാകുന്ന എല്ലാ ദൈവിക ആലോചനകളും കർത്താവെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറിയ ജീവിതങ്ങളിൽ അവരെടുത്തിരിക്കുന്നതാകുന്ന ആലോചനകൾക്കും തീരുമാനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. വരും നാളുകളിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന കുഞ്ഞുങ്ങളായി തീരുവാനും അവരിലൂടെ സഭയും ദേശവും ഞങ്ങളുടെ രാജ്യവും കുടുംബവും കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ VBSൻ്റെ ക്രമീകരണങ്ങളിൽ സഹായിച്ചതാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മകൾ കൊണ്ട് അവിടെ നിറയ്ക്കുമാറാകണമേ. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതാകുന്ന എല്ലാ ദൈവിക ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതാകുന്ന ദൈവിക വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നു. സാന്നിധ്യം കൂടെയിരിക്കുമാറാകണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെയായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.